സൗദിയുടെ ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ബിസിനസ്സിലുള്ള ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഉദാഹരണത്തിന് ടൂറിസം വിസകൾ സൗദിയിലേക്ക് നല്ല രീതിയിൽ നൽകി തുടങ്ങി. ഏത് രാജ്യത്തുള്ള ആളുകൾക്കും സൗദിയിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി ആയിട്ട് മാറി. ഈ ഒരാൾ വന്നു കഴിഞ്ഞാൽ എത്ര റിയാൽ മിനിമം സ്പെൻഡ് ചെയ്യും? ഒരു $100 സ്പെൻഡ് ചെയ്യാതെ ഒരാൾ പോകുന്നില്ലല്ലോ. അപ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് ബിസിനസ്സിനും, ഇപ്പോൾ ഒരു ഹോട്ടൽ മേഖലയിലുള്ള ആളുകളാണെങ്കിലും, കാറ്ററിംഗ് മേഖലയിലുള്ള ആളുകളാണെങ്കിലും, റെസ്റ്റോറൻ്റ് ആണെങ്കിലും, ട്രാൻസ്പോർട്ടിങ് അല്ലെങ്കിൽ മറ്റേത് ഫീൽഡിലുള്ള ആളുകളാണെങ്കിലും, ഇവർക്കൊക്കെ ഡയറക്റ്റ്ലി തന്നെ ഇവരുടെ ഒരു അഡീഷണൽ ഇൻകം കിട്ടുന്നുണ്ട്. പിന്നെ സൗദിയുടെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൗദി അറേബ്യയിൽ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന അത്ര വലിയ കൺസെഷൻ പ്രൊജക്റ്റ് ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഇല്ല. ഇവിടെ ഇപ്പോഴും ഗവൺമെൻറ് അനൗൺസ് ചെയ്യുന്ന വലിയ പ്രൊജക്റ്റുകളാണ്. വേൾഡ് ബിഗസ്റ്റ് കൺസെഷൻ പ്രൊജക്റ്റാണ് നിയോം. അതിൻ്റെ നമ്മൾ സാധാരണ പറയുന്നൊരു സാധനമുണ്ട്, അതിലേക്കൊരു ആണി കൊടുക്കുന്നതിൻ്റെ 2% വർക്ക് കിട്ടിയാൽ ലൈഫ് സെറ്റായി പോകുന്നത്. അത്രയും ഓപ്പർച്യൂണിറ്റീസാണ് സൗദിയിൽ മുമ്പിൽ കിടക്കുന്നത്. അത് ടൂറിസം മേഖലയിലായാലും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും ഗവൺമെൻറ് ഇപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് സൗദിയിലേക്ക് കൊണ്ടുവരുന്നതിന് എല്ലാ രീതിയിലുള്ള ഇളവുകളും സൗദി ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്.